പല രീതിക്കും തെറ്റിദ്ധരിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സാറിന്റെ എഴുത്തുകളെ. അപ്പോൾ സാറിന് ആ തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അല്ല അത് ഈ ചാന്തുപൊട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു നന്മയിൽ നിന്ന് ഒരു നന്മയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ആൾക്കാർ, ഈ സമൂഹത്തിലെ ചില ആൾക്കാരൊക്കെ അവർക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ പേര്, ആ സിനിമയുടെ പേര് അവർ പറയാനൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയത് അവർക്കത് വേദനിച്ചു. ഞാനത് അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ ജീവിതമാണ് ഞാൻ എഴുതിയത്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത് തന്നെ. അവന് മാനസിക രോഗിയായിട്ട് അവൻ പിന്നീട് ഈ വഴിയിലൂടെ അലഞ്ഞു നടക്കലും, ഈ നാട്ടിലുള്ള ചിലർ അവനെ വടിയെടുത്തടിച്ച് അവൻ ടെറസിൻ്റെ മുകളിൽ കയറി ഡാൻസ് ചെയ്യും. അപ്പോൾ മനോരോഗിയായിട്ട് മാറി അയാൾ. ഈ സ്ത്രൈണതയുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നു. അവൻ എന്നിട്ട് എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ കൂടെ പഠിച്ച സഹപാഠി ഇങ്ങനെ ഒരു സ്ത്രൈണത ഉള്ളതിൻ്റെ പേരിൽ, അവൻ ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല, സ്ത്രൈണത ഈ ഡാൻസ് പഠിക്കാൻ പോയിട്ടൊക്കെ ഒരു സ്ത്രൈണത കിട്ടിയ ഒരാളാണ്. അപ്പോൾ അതൊരു ദുരന്തമാകുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരന്തമാകുന്നത് കണ്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അപ്പോൾ അതൊരു വേദനയായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നപ്പോഴാണ്, അതാണ് ഞാൻ നാടകമായിട്ട് എഴുതിയത്. അത് അറബിക്കടൽ അത്ഭുതവിളക്കം എന്ന് പറയുന്ന നാടകം. ആ നാടകത്തിൻ്റെ മറ്റൊരു സിനിമാറ്റിക് ആയിട്ടുള്ള വേർഷനാണ് ചാന്തുപൊട്ട്.